good enough, right? Can we say hallelujah? Hallelujah. Amen. Amen. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് രാവിലെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്കിടയാക്കിയല്ലോ. We lift the name of Jesus this morning, but thank God for the opportunity to be here in the presence of God one more time. ആരംഭത്തിൽ തന്നെ പറയട്ടെ, ഇന്ന് രാവിലെ സൺഡേ മെസ്സേജസിന്റെ ടൈമിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I request that all of you be here present during the Sunday messages. പ്രത്യേകാൽ ചിൽഡ്രൻസ് ചർച്ചിന് ഉത്തരവാദിത്തമുള്ള 2 പേർ മാത്രം പോയാൽ മതി, ബാക്കി എല്ലാവരും ഇവിടെ കാണണം. I request that only those who are responsible for the children's church, a couple of people, other than that everybody should be in here. ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കണം. Not only that you be present here, but also pay attention to the word of God. സംസാരിക്കാനോ ഫോണിൽ കളിക്കാനോ ഒന്നുമുള്ള സമയമല്ല. It is not time to play on the phone or talk to each other. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ എല്ലാവരും ആയിരിക്കണം. We request that all of you pay attention in give heedance to the word of God. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ അനാദരവോടെ ഇരിക്കുന്നതും നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ തിരിച്ച് വെറുതെ ഇരിക്കുന്നതും എല്ലാം ദൈവത്തോടുള്ള അനാദരവാണ്. So you're showing disrespect and dishonor to God as you're sitting idle and not paying attention and in irreverence to God in the presence of God. ഇന്ന് പ്രത്യേകം ഞാനിത് പറയാൻ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എനിക്ക് ഈ ദിവസങ്ങളിൽ സഭയുമായി നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കിടാനുണ്ട്. The reason I'm sharing that because I have a very specific and unique message for the church these next few weeks. ഈ മെസ്സേജ് ഞാൻ കുറേ നാളുകളായിട്ട് ഈ വിഷയം എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. This message has been brewing in me and I have been meditating on this word for the last several months. അതൊരു ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഞാൻ ഏറ്റെടുത്തത്. The Holy Spirit has been inspiring me to specifically talk about this particular subject. എനിക്കറിയാം ഇതൊരു വലിയ പവർ പാക്ഡ് മെസ്സേജ് ഒന്നും അല്ല. I know this is not going to be a power packed message. ഒരുപാട് ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും ഉണർവും ഒന്നും ഉണ്ടാകത്തില്ല. I will not receive a lot of praise the Lord, hallelujah and excitement. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. But this is a very essential subject for all of us. അതിന് ഞാനൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, ഇമോഷണൽ ഹെൽത്ത് ഓഫ് എ ക്രിസ്ത്യൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാൻഡിലിംഗ് ഡിപ്രഷൻ. I have given a title for that, that is emotional health. It's on the screen, of a Christian understanding and handling depression. Emotional health of a Christian. നമ്മുടെ വൈകാരികമായ ഭാഗത്തിന്റെ ആരോഗ്യം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച്. Well, the health of our emotions and our feelings. ഞാൻ ഒരു ഡിസ്ക്ലെയിമറോടെ ഞാനിത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. I want to start this with a disclaimer. ഇത് ഞാൻ പറയുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ആത്മീകമായിട്ടുള്ള ഭാഗമാണ്, വശമാണ്. And I'm going to speak to you about the spiritual aspect of this subject. ഈ വിഷയത്തിന് ഒരു ശാരീരികമായ ഒരു മാനസികമായ മറ്റു വിഷയങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട്. There is another aspect of it that is physical and as well as emotional. അതിന് നമുക്ക് മറ്റു രോഗങ്ങൾക്കെന്നതുപോലെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ലഭ്യമായി. So I want you to be sure that just like we treat any other illness, if there is a need for the treatment that is necessary, അത് മനസ്സിൽ വെച്ചുകൊള്ളണം. so you must keep that in mind as you're hearing this word. എന്നാൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വളരെ പ്രാധാന്യമുള്ള ഭാഗം. So what we are talking about is a very important part, which is the spiritual aspect of this. ഒരു വാക്യം വായിച്ച് ഞാൻ ഇത് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. So I want to read a verse and start this conversation. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. Proverbs chapter 15 verse 13. അവിടെ ഇങ്ങനെ പറയുന്നത്, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിന്റെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. It says a happy heart makes the face cheerful, but a heartache crushes the spirit. മറ്റു പല വാക്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം, അവ പിന്നീട് നമുക്ക് നോക്കുവാൻ സമയം. There are many passages, but we'll come to that later. ആരംഭത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളേണ്ട ചില കാര്യങ്ങൾ. There are some things that we must keep in mind in the beginning. ഒരു ബ്രോക്കൺ സ്പിരിറ്റ്, ഒരു തകർന്ന ഹൃദയം, വ്യസനമുള്ള വിഷാദ രോഗം ബാധിച്ച ഒരു മനസ്സ് എന്ന് പറയുന്നത്
നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. So we must recognize a broken heart or a heart that is crushed in spirit. We must identify and understand that. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 വിവിധങ്ങളായ വശങ്ങൾ നമ്മുടെ വ്യക്തികളിൽ ഉള്ളത് നമുക്കറിയാം. We understand that there are in the human life there are 3 different aspects of a life in a person. Our intellect, our will, our emotions. നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള മണ്ഡലം, നമ്മുടെ സ്വേച്ഛാപരമായിട്ടുള്ള ഇച്ഛാപരമായിട്ടുള്ള ഒരു മണ്ഡലമുണ്ട്, നമ്മുടെ വികാരത്തിന്റെ ഒരു മണ്ഡലമുണ്ട്. There is an intellect part of us, and also there's a personal desire and emotions are associated. There's another part. ശ്രദ്ധിക്കണേ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. I said 3 things. നമ്മുടെ ഇന്റലക്ട് അല്ലെങ്കിൽ ബൗദ്ധികമായ ഒരു മണ്ഡലമുണ്ട്. First one is our intellect. നമ്മുടെ ഇച്ഛയൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാവുന്ന ഒരു മണ്ഡലമുണ്ട്. There's an area where we can make decisions and choices. നമ്മുടെ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ. There's also a part of us that are emotional. ഇത് 3നും ഔട്ട്ലെറ്റ് ആവശ്യമാണ്. All these 3 things need an outlet. പലപ്പോഴും നമ്മുടെ ഇന്റലക്റ്റിന്, ബൗദ്ധിക മണ്ഡലത്തിന് ആവശ്യമായ ഔട്ട്ലെറ്റ്സ് കിട്ടുന്നുണ്ട്. Many times our emotional things that we get, intellectual things, we get an outlet. നമ്മുടെ പഠനത്തിലൂടെ, നമ്മുടെ വായനയിലൂടെ ഒക്കെ അവയ്ക്ക് നമുക്ക് ഔട്ട്ലെറ്റ്സ് കിട്ടുന്നുണ്ട്. Through our education, through our reading, that we get an outlet for those things. നമ്മുടെ will എക്സർസൈസ് ചെയ്യുന്തോറും നമുക്ക് അതിന് ഔട്ട്ലെറ്റ് കിട്ടുന്നുണ്ട്. As we exercise our will, we get an outlet for those things. എന്നാൽ പലപ്പോഴും നമുക്ക് ഔട്ട്ലെറ്റ് കിട്ടാത്തത് നമ്മുടെ ഇമോഷണൽ ആസ്പെക്റ്റിനാണ്. Many times we don't get an outlet for our emotional things. പ്രത്യേകാൽ പെന്തക്കോസ്ത് വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച്, especially for Christian or Pentecostal believers, we don't get an outlet for that. അതുകൊണ്ടാണ് ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം നമ്മൾ ശക്തമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് ആരാധിക്കണമെന്ന് പറയുന്നത്. അതൊരു ഔട്ട്ലെറ്റും കൂടെയാണ്. And that is why we encourage you to worship with emotions and feelings and powerfully worship God. എത്ര പേര് നമ്മളെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആരാധിക്കാറുണ്ട്? How many of you express yourself as you worship God? ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും സാധാരണ നോക്കാറുണ്ട്. I often observe the church. വളരെ ബലം പിടിച്ചിരിക്കുന്നവരാ പലരും. Many people are holding their muscle tight as they are sitting in the presence of മറ്റു God. കാര്യങ്ങൾക്കെല്ലാം എക്സ്പ്രഷൻസ് ഉണ്ട്. Everything else they have ഒരു expressions. സോക്കർ ഗെയിം കാണാൻ പോയേ, If you go to watch a soccer game, നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. I know you will express yourself vigorously. ചാടി എഴുന്നേറ്റ് ബഹളം. You will stand up and cheer. നിങ്ങൾ ചിയറപ്പ് ചെയ്യാൻ ശ്രമിക്കും. And you will try to cheer the team up. നിങ്ങളുടെ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളിൽ എല്ലാം എക്സ്പ്രസ് ചെയ്യും. And if you are emotionally upset, that you express yourself very well. ബലം പിടിക്കുന്ന ഇവിടെ മാത്രമാ. Do you know why you hold on to your emotions? സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ബലം പിടിച്ചിരിക്കുന്നതാ, അല്ലേ? When it comes to spiritual matters, you hold on to your breath and still stay strong. കർത്താവ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മളെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനൂടെയാ. So the Lord designed all these things to express ourselves. നമ്മുടെ ഈ ഉള്ളിലുള്ള ദൈവത്തോടുള്ള, ആത്മീകതയോടുള്ള, ജീവിതത്തോടുള്ള സമീപനങ്ങളും വികാരങ്ങളും എല്ലാം ഏറ്റവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ദൈവസന്നിധിയിലാ. This is the place, the presence of God is the place that you can really truly express yourself emotionally, and this is the ideal place for that. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ അതുകൊണ്ടാ ചിലർ കരയുന്നു, ചിലർ നിലത്ത് വീഴുന്നു, ചിലർ സാഷ്ടാംഗം വീഴുന്നു, ചിലർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു, ചിലർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ രീതികളിൽ അവരെ തന്നെ തുറന്ന് അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്നത് കാണുന്നു. That is why you see so many examples in the scripture. People are crying, people are falling prostrate, people are dancing, people are jumping for joy in different ways, expressing themselves. അതുകൊണ്ട് സ്തോത്രം പറയാനും സ്തുതിക്കാനും ആരാധിക്കാനും ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാനും മടി കാണിക്കരുത്. So don't be shy to express yourself in the presence of God, to shout or praise God, whatever ways
that God inspires you to വാ do. തുറന്ന് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. You should open your mouth and say hallelujah and praise God and worship God അതിൽ as we're here. പിശുക്ക് കാണിക്കരുത്. And don't be a miser in those things. മറ്റു കാര്യങ്ങളിൽ പിശുക്ക് കാണിച്ചാലും Even though you are lacking in other areas. സ്തോത്രത്തിലും സ്തുതിയിലും ആരാധനയിലും ഒരു പിശുക്കും And കാണിക്കരുത്. don't show any lack in praising God and worshiping God and expressing yourself. ഇന്ന് രാവിലെയും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ഇമോഷൻസ് ഒന്ന് പുറത്തു വരട്ടെ. Even today, that emotion that is bound up inside of you, let it come out of you. ദൈവത്തിന്റെ സന്നിധിയിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യുക. Let you express yourself in the presence of God. ഫ്രീ ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരെ നോക്കിയിരിക്കുന്നത് തന്നെ നമുക്ക് ആരാധനയ്ക്ക് It പ്രചോദനമാണ്. is really an encouragement to look at people who are worshiping God freely. അതുകൊണ്ട് വർഷിപ്പ് കണ്ടേജിയസ് ആണെന്ന് പറയുന്നത്. That is why worship is contagious. ഒരാൾ നന്നായിട്ട് ആരാധിക്കുമ്പോൾ മറ്റൊരാൾക്ക് പ്രചോദനം കിട്ടും. And somebody is worshiping God with all their heart. The person sitting next to them wants to worship. രണ്ടാമതൊരാൾ എങ്ങനെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടും. And the second person is doing the same thing. Somebody else is doing the same. സഭ ഒന്നാകെ ആരാധിക്കാൻ And തുടങ്ങും. all of us together as a body worshiping God. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുങ്ങി വേണം ദൈവസന്നിധിയിൽ And വരാൻ. so we must come prepared to do that in the presence of God. അതുകൊണ്ട് നമ്മുടെ ഈ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് വൈകാരിക ജീവിതത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So emotional health is something very important in our life. അതുകൊണ്ട് ഞാൻ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ പോവുകയാണ്. So along- ആരംഭിക്കുന്നതേ ഉള്ളൂ. So we are just beginning, but we're going to talk about some things associated with that. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അഥവാ വിഷാദ രോഗം എന്ന് നമ്മൾ പറയുന്നത്, വിഷാദം, വ്യസനം അല്ലെങ്കിൽ വിഷാദ രോഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്. Many times the word depression is that we hate to use that word itself. അത് ഉണ്ടെങ്കിൽ പോലും സമ്മതിക്കാൻ നമ്മളിൽ പലർക്കും മടിയാ. Even if we have that problem, many of us don't acknowledge or accept there is a problem. കാരണം അത് നമുക്ക് ഉണ്ടെന്ന് സമ്മതിക്കുന്നത് നമ്മളെ ആളുകൾ ഒത്തിരി താഴ്ത്തി കാണുവാനിടയാകുന്ന നമ്മൾ ചിന്തിക്കും. Because we think that depression is something acknowledging I have a problem, people look down on you, you think. അപ്പൊ നമുക്കൊരു ഡിപ്രഷനിൽ കൂടെ, മാനസികമായ സമ്മർദ്ദത്തിൽ കൂടെ, വിഷാദത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്താണെന്ന്. We must understand what an emotional stress is. When you're feeling, you must identify it first. അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. We must also understand why that may be causing. എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. We also must understand how to tackle it, how to deal with it. ഈ മൂന്ന് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ സമയം. So we're going to think about these three things in these few weeks. ഒന്നാമതൊരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രൊലോങ്ഡ് ഇമോഷണൽ മോഡാ ഡോമിനേറ്റ് ചെയ്യുന്ന, നമ്മെ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വേണ്ടതായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതുപോലെ വർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മെ എപ്പോഴും സ്വാധീനത ചെലുത്തി നമ്മെ അമർത്തിക്കളയുന്ന ഒന്നാണ്. Depression is something that suppresses where we are not able to express ourselves, our emotions and feelings, to conduct our daily life, and that sometimes is prolonged. അത് നമ്മുടെ ഔട്ട്ലുക്കിനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കും. So it affects our outlook about life. അത് നമ്മുടെ മൂഡിനെ ബാധിക്കും. It affects our mood. ഇതിനെല്ലാം ബാധിച്ച് നമ്മളെ വ്യത്യസ്തരായ ആളുകളാക്കി തീർക്കും. So these things will be influenced in our lives, and the depression makes us somebody different. സാഡ്നെസിന്റെ, ദുഃഖത്തിന്റെ നോർമലായിട്ടുള്ള സാധാരണമായിട്ടുള്ള മൂഡ് വ്യത്യാസങ്ങളുണ്ട്. And there are some mood differences associated with sadness. ചിലപ്പോൾ നമുക്ക് ഗ്രീഫ് ഉണ്ടാകാറുണ്ട്. Sometimes it is expressed as grief. ചിലപ്പോൾ നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ്, ഉത്തേജനം ഉണ്ടാകാറുണ്ട്. Sometimes you act like you're very excited. പക്ഷെ അതെല്ലാം താൽക്കാലികമാണ്. But those things are temporary. അതെല്ലാം ദിനം പ്രതിയുള്ള ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. These are parts of our daily life. എപ്പോഴെങ്കിലും അല്പം ദുഃഖം തോന്നിയാൽ അതിനെ ഡിപ്രഷൻ ആയിട്ട് വിളിക്കേണ്ട കാര്യമില്ല. So if you feel sad, that does not mean you are depressed. ഒരു ഗ്രീഫ് എപ്പോഴും ഉണ്ടായാൽ അതിനെ ഡിപ്രഷൻ ആണ് ആരും കരുതരുത്. So if you are feeling grief sometimes, that doesn't mean you are depressed. പക്ഷെ പലപ്പോഴും ഈ സാഡ്നെസ്, ഈ ഗ്രീഫ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്ന് അത് നമ്മെ ഡിപ്രഷനിലേക്ക്, വിഷാദ രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യത. But these sadness and grief can continue
if it to allow to continue, it can lead to depression. ഇതിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റിയിൽ കൂടെയാണ്. And the beginning of that starts with anxiety. How many of us have anxieties? എത്ര പേർക്ക് ആങ്സൈറ്റി ഉണ്ട്? How many of you have anxiety? ആർക്കും ഇല്ല. ഇവിടെ എത്ര ആത്മീകമായി കരുത്തരായിട്ടുള്ളവരാണ്? Nobody has that problem. How strong people that we have here today. എനിക്ക് ആങ്സൈറ്റി പലപ്പോഴും ഉണ്ടാകാം. I have anxiety many times. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, That's why Jesus said, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണം. do not be worried about anything. എന്ത് തിന്നുമെന്ന് നിങ്ങൾ വിചാരപ്പെടണം. Don't worry about what you eat. എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടണം. Don't worry about what you drink. നാളെയെ കുറിച്ച് വിചാരപ്പെടണം. Don't worry about tomorrow. എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ Do വിചാരപ്പെടണം. not worry about the clothing. നിങ്ങളുടെ ജീവനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. Don't worry about your life. ഏതാണ്ട് എല്ലാം തന്നെ കർത്താവ് കവർ ചെയ്തിട്ടുണ്ട്. Jesus has covered pretty much everything. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസും അത് തന്നെ പറയുന്നു. And Philippians chapter 4 verse 6, Apostle Paul says the same thing. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not worry about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ. In everything with prayer and supplication make God known your needs to God. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ആങ്ഷ്യസ് ആവും. Even we have all these things, yet we become anxious. ആങ്ഷ്യസ് ആകുന്ന ഒരു പാപമാണെന്ന്, ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I do not believe becoming anxious is a sin. എന്നാൽ ഓവർലി ആങ്ഷ്യസ് ആകുന്നത് ഡെഫിനറ്റ്ലി ഒരു പാപം. But if you are overly anxious about everything, then it becomes a sin. The sin of worry, അതാ കർത്താവ് പറഞ്ഞത്. But Jesus was talking about the sin of worry. അത് നമ്മളിൽ ആരും അതിന് വിധേയപ്പെടാൻ ഇടയാകും. But none of us will be succumb to those things. മാക്സ് ലുക്കാഡോ എന്ന ദൈവത്തിന്റെ ദാസൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. There's a book Max Lucado wrote. എത്ര പേർ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്? How many of you heard his name? പലരും കേട്ടിട്ടുണ്ട്. Yes, many of you. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. There is a great book he wrote. അതിന്റെ ടൈറ്റിൽ ആങ്ഷ്യസ് ഫോർ നത്തിങ് എന്നാണ്. The title of that book is itself says anxious for nothing. നമ്മൾ പലപ്പോഴും അതാ. And that's what we do. നമ്മൾ ആങ്ഷ്യസ് ആണ്. We are anxious ഫോർ നത്തിങ്. for nothing most of the time. ഒരു കാരണവും ഇല്ലാതെയുള്ള ഉത്കണ്ഠ. And for no reason we become anxious. കുറിച്ചുള്ള ഉത്കണ്ഠ, നാളെയെ കുറിച്ചുള്ള ഉത്കണ്ഠ. We worry about tomorrow. എന്റെ ആരോഗ്യം തകരാറാകുമെന്നുള്ള ഉത്കണ്ഠ. Thinking that my health would be in trouble and we become anxious. സാധാരണ പറയുന്ന കഥയാണെന്ന് എനിക്കറിയാം. I know this is a story that's commonly told. ഒരു നമ്പൂതിരി ഇങ്ങനെ ഒരു പുതിയ കൊടയും ഒരു കാലൻ കൊടയൊക്കെ വാങ്ങി, വലിയ നീളമുള്ള കൊടയൊക്കെ വാങ്ങി പോയെന്ന വഴിക്ക്, and a Hindu priest who was walking with an umbrella that, as all of us are familiar with. ഒരു നദിയുണ്ട്. There was a river that he had to cross. നദിയുടെ കരയിൽ കൂടെ നടന്നു പോവുകയാണ്. He was walking by this river. അതിന്റെ അങ്ങേ കരയ്ക്ക് ഒരു നായയെ, ഒരു പട്ടിയെ കെട്ടിയിട്ടുണ്ട്. And on the other side of the river there was a dog tied to a stake. അപ്പൊ ഈ നമ്പൂതിരി ഈ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, അങ്ങേ സൈഡിൽ നിന്ന് നായ കുറച്ചു നദിയുടെ അപ്പുറത്തിന്ന്. So as this man was walking on this side of the river, the dog started barking on the other side. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, ഈ നദി അങ്ങ് വറ്റിപ്പോവുകയും നായ കെട്ടിയിരിക്കുന്ന തൊടൽ അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്താൽ, if this river becomes a dry bed and this dog breaks the chain, what will happen? അത് തീർച്ചയായും എന്നെ വന്ന് കടിക്കും. That dog will surely come across and bite me. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരിക്കണം. And I need to be ready for that. അതുകൊണ്ട് കൊടയുടെ കാല് വലിച്ചൂരിയെന്നാ കഥ പറയുന്നത്. And the story says he pulled the stick out of that the stem of the umbrella and was ready for that. നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. And many times we react this way. വരാൻ ഒരു സാധ്യതയില്ല. There is no possibility of this happening. സംഭവിക്കാനിടയില്ലാത്തത്. There is no way that this will happen. നമ്മുടെ കുടുംബത്തെ കുറിച്ച്, about our family, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, about our children, നമ്മുടെ ഭാവിയെ കുറിച്ച്, about our future, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് പോലും, there is no way possible that it will happen. നമ്മുടെ ഭാവനയിൽ സൃഷ്ടിച്ചുണ്ടാക്കി, but in our imagination we create this monster, അതിനെക്കുറിച്ച് വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയും ഇങ്ങനെ ജീവിക്കുക. and we think about that and worry about that and continue our life. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? Any of you listening to me this morning, are you going through that? ഉത്കണ്ഠയുടെ ബന്ധനത്തിലായിരിക്കുന്ന, are you in the grip of worry? ഓവർലി ആങ്ഷ്യസ് ആയിരിക്കുന്ന, you are overly anxious. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? Any of you listening to us? മാക്സ് ലുക്കാഡോ തന്നെ ആ പുസ്തകത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. Max Lucado says in his book this way: the presence of anxiety you cannot avoid, but the prison of anxiety is a choice that you make. ആങ്സൈറ്റിയുടെ പ്രസൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ ആങ്സൈറ്റിയുടെ ജയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ആങ്സൈറ്റി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. There is nobody can live without anxiety. ഒന്നല്ലെങ്കിൽ മറ്റൊരു ആങ്സൈറ്റി വന്നുകൊണ്ടേയിരിക്കും. One or the other anxiety will continue to come. ആങ്സൈറ്റിയുടെ പ്രിസണിൽ ജീവിക്കുക. And you're living in the prison of anxiety. ഹല്ലേലൂയ. Hallelujah. ഞാനത് അല്പം ഹ്യൂമറസ് ആയിട്ടൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ ആത്മീക സത്യമാണ്. Even though I use humor to explain that, but it is a very big spiritual truth. ഇത് നമുക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടായേ പറ്റത്തുള്ളൂ. We must be delivered from this prison of anxiety. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കാൻ, To worship God with freedom and liberty. അവന് വേണ്ടി ജീവിക്കാനായിട്ട്, To live for Him. ഈ ആങ്സൈറ്റിയുടെ പ്രിസണിൽ നമുക്ക് പുറത്തിറങ്ങണം. We must come out of the prison cell of this anxiety. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള So it കാര്യമാണ്. is very important that we understand this. ഞാൻ പറഞ്ഞതുപോലെ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഉത്കണ്ഠ എന്ന് But പറയുന്നത് anxiety is something normal part of our life. അത് ക്രിസ്ത്യൻസിനും കുറവല്ല. It is also pretty available for Christians. ഇതെല്ലാം ലോക മനുഷ്യർക്കുള്ളതാ അല്ലേ? This is not only for the worldly people. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് എവിടെയാ ഉത്കണ്ഠ? Where do we have Christians have worries? പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഒട്ടുമേ ഇല്ല ഉത്കണ്ഠ. Especially something that is very lacking among Pentecostals. അങ്ങനെയല്ലേ ആകേണ്ടത്? Isn't that the way it should be? പക്ഷേ അങ്ങനെയല്ലല്ലോ. But that is not what's happening. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ധാരാളമായ നിർദ്ദേശങ്ങളുള്ളത്. That is why the word of God gives us many different instructions. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Do not worry about anything. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. I am only coming to my subject. എന്നാൽ നമ്മളെ ഒന്ന് ട്യൂൺ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ. But I'm saying this to tune ourselves into that ഇന്ന് subject. രാവിലെ നമ്മൾ ഈ പ്രിസണിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, If any of you are in that prison cell, നമ്മളൊരു ക്രിസ്തീയ ജീവിതമല്ല ജീവിക്കുന്നതെന്ന് ഞാൻ I ഓർമ്മിപ്പിക്കാം. want to remind you are not living a Christian life. ഹല്ലേലൂയ. Hallelujah. എനിക്കറിയാം ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. I know that is a very broad statement. ഈ പ്രിസണിൽ ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. God does not want us to be in the grip of a prison. ഉത്കണ്ഠ ഉണ്ടാകരുതെന്നല്ല I'm കർത്താവ്. not saying Jesus never said that you will not worry. ചിന്തകൾ ഉണ്ടാകരുതെന്നും അല്ല പറയുന്നത്. Jesus did not say that you will not have thoughts. പക്ഷെ ചിന്താകുലപ്പെടരുതെന്ന് But പറയുന്നു. He says do not worry and do not be anxious. വിഷാദ രോഗത്തിന് നമ്മൾ അടിമകളാകരുതെന്ന് ദൈവത്തിന്റെ വചനം And He പറയുന്നു. says don't be a slave to worry. ഇന്ന് രാവിലെ നമ്മളിൽ ആരെങ്കിലും അതിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, If any of you are fighting that fight this morning, വലിയ ഭയം നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചതുകൊണ്ട് we are living in great fear inside. ഒരുപാട് വിഷാദത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ, If you are living in a lot of worry and concern, ചിലരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, when I talk to some people, I'm reminded ഒന്ന് ചിരിച്ചെങ്കിൽ എത്ര നല്ലതാണ്. how beautiful it would be that they would smile ഒരു once. പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു എത്ര. If there was a small smile on their face, how beautiful it would be. Hello. Cultivate a smile on our face. We need to learn to cultivate an expression of a smile. ഇച്ചിരി wrinkles ഒക്കെ ഉണ്ടാകട്ടെ. Sometimes let that face wrinkle itself. ചിരിക്കുന്നവരായി നമുക്ക് ആ സന്തോഷം സ്ഫുരിക്കുന്നവരായി തീരുവാനിടയാണ്. And we need to be people of smile and let the joy come out of our heart. നമ്മൾ ഈ ഫിയറിനെ ഇങ്ങനെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക പലപ്പോഴും. But many times we will be battling with this fear. ഇന്നലെ രാത്രിയിലെ കോട്ടേജ് മീറ്റിംഗിൽ ബ്രദർ ജോർജ് മാത്യു, സിസ്റ്റർ ലവ്സി അവരുടെ വീട്ടിൽ നടന്ന മീറ്റിംഗ് ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ട് നാം ഭയപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ ആണ്. In the last night's cottage meeting, we talked about why we should not worry. നമ്മൾ പലപ്പോഴും മറന്നു പോകും നമ്മൾ ആരാണ്. And we forget often who we are. നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? We often forget our calling. കർത്താവിന് നമ്മുടെ ജീവിതത്തിന്മേലുള്ള ഉദ്ദേശത്തെ നമ്മൾ മറന്നു പോവുകയാണ്. Oftentimes we forget what is the purpose of God calling us. അതുകൊണ്ട് നമ്മുടെ തന്നെ വിചാരങ്ങൾക്ക് അടിമകളായി നമ്മൾ ഇങ്ങനെ വിഷാദത്തിൽ ജീവിക്കുക. So many times we succumb to the thoughts and the worries of our life. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നിങ്ങൾ എല്ലാവരോടുമായി. Let me say something to you all of you. ഒരുപക്ഷേ നമുക്ക് പറയുവാൻ വയ്യാത്ത, പ്രകടിപ്പിക്കാൻ വയ്യാത്ത സ്പിരിച്വൽ ബാറ്റിൽസിൽ കൂടെ നമ്മൾ കടന്നു പോവുകയായിരിക്കും. Maybe you are going through spiritual battles that you are not able to express yourself. അത് ഉള്ളിൽ ഉൾക്കൊണ്ട് വളരെ നിരാശയോടെ പ്രയാസത്തോടെ ജീവിക്കുകയായിരിക്കും. And you are holding that within your heart and within your mind and living such a life. ഒരുപക്ഷേ ഇന്നലെ രാത്രി ചിലർ ഉറങ്ങിയിട്ടില്ല. And how many, I truly believe some of you have not slept last night. ഉറങ്ങാൻ പറ്റാതെ വണ്ണം നിങ്ങളെ മാനസിക സമ്മർദ്ദങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. And a lot of pressures of life have been bothering you and without you being able to sleep well. ഒരുപക്ഷേ നമ്മിൽ ചിലര്
റൊട്ടീൻസിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയാവാ. Some of you may have no interest in daily routines. എത്ര പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇന്ന് ചർച്ചയിൽ വന്നു? How many of you are truly interested and really wanted to be here this morning? ചിലരുടെ കാലുകളെ ഡ്രാഗ് ചെയ്തതുപോലെയാണോ ചർച്ചയിൽ വന്നത്? Have you dragged yourself in church this morning? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. The psalmist says, when they told me, let us go to the house of the Lord, I rejoiced. എത്ര പേര് സന്തോഷത്തോടെ വന്നു? How many of you came with rejoicing this morning? ഇന്ന് എനിക്ക് കർത്താവിനെ ആരാധിക്കണം. I want to worship God today. അവന്റെ നാമത്തെ ഉയർത്തണം. I want to lift his name today. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, If we have lost our excitement, രാവിലെ എഴുന്നേൽക്കാനുള്ള എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു if ആർക്കെങ്കിലും, you lost your desire to get up from bed this morning, ഇന്നത്തെ ദിവസം എന്നാ ചെയ്യാനാ? and how will the rest of the day will be? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വൈലവേ ചെയ്യും, ടൈം മുഴുവൻ ഇങ്ങനെ വെറുതെ കളയും. So I'm just going to waste my time and prolong the ഞാൻ നിങ്ങളോട് agony. പറയാം, നമ്മുടെ ജീവിതത്തോടു കൂടെ ഒരു പാഷനും ഒരു പർപ്പസും അറ്റാച്ച് ചെയ്യണം. We must attach a passion and a purpose with our life. അപ്പൊ ഇന്ന് എനിക്ക് എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ട്. So there is a reason for you to get up in the morning. ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. God has a purpose and a plan for me. അതിനുവേണ്ടി എനിക്ക് ജീവിക്കണം. I want to live for that. അതിനോട് കൂടെ ഞാൻ പാഷൻ ചേർക്കും. I will add passion to that life. എന്റെ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും അത് കാണും. In my walking, in my dealing, in my talking, there will be a difference. ഞാൻ നിസ്സംഗതയോടെ ആയിരിക്കയില്ല ഇവയെ സമീപിക്കുന്നത്. I will not go with the reluctance to approach the things. ഹല്ലേലൂയ. Hallelujah. എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? Is any of you lost excitement in life? 50 വർഷമായി ക്രിസ്തീയ ജീവിതമാണ്. You have been serving the Lord for 50 years. ഇത്ര വർഷമായിട്ട് ഞാൻ കർത്താവിനെ അറിയുന്നു. I have known Jesus for 50 years. ഇനി എന്നാ അറിയാനാ? What is there to know more? ഹലോ, Any of you thinking that way? ആർക്കെങ്കിലും എക്സൈറ്റ്മെന്റ് പോയിട്ടുണ്ടോ? Have you lost your excitement of knowing the Lord? പ്രായമായെന്നും പറഞ്ഞ എക്സൈറ്റ്മെന്റ് പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? Any of you lost your excitement because you're getting old? നിങ്ങളോട് പറയട്ടെ, നമുക്ക് ആർക്കും പ്രായമായിട്ടില്ല. I'm telling you, none of us are old. ദൈവത്തിന് ഉദ്ദേശമുള്ളിടത്തോളം നമുക്ക് പ്രായമായിട്ടില്ല. As long as God has a plan and purpose for you, you are not old. അവന്റെ പദ്ധതി തീരും വരെ നമുക്ക് പ്രായമായിട്ടില്ല. Until he fulfills that mission in your life, you are not old. നമ്മൾ ജീവിക്കും അവന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി. We will live for his purpose and his purpose alone. ഒരു ദിവസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും അനേക വർഷങ്ങളാണെങ്കിലും ജീവിക്കും. Even though it is one day or 1 year, for many years, it doesn't matter. You should live for his purpose. ശരീരം പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. Your body may remind you that often. Muscle pains ഒക്കെ Your പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. muscles may remind you of your age. പുറമേയുള്ളത് ക്ഷയിക്കുന്നെന്ന് തോന്നിയേക്കാം. You may lose your grace, that may happen. പക്ഷേ അകത്തുള്ളവനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കണം. But you must renew the person that is within you. അകത്തുള്ള മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. That person within you should be renewed day by day. നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. Every day they should be renewed. ഹല്ലേലൂയ. Hallelujah. എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോകരുത്. Don't lose your excitement. ചർച്ചിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടരുത്. Don't lose your passion for the church. ആരാധനയിലെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടരുത്. Don't lose your passion for worship. കർത്താവിന്റെ വേലയിലെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടരുത്. Don't lose your passion and vigor for the പ്രാർത്ഥനയിലെ Lord. എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടരുത്. പ്രാർത്ഥനയിലെ എക്സൈറ്റ്മെന്റ് Don't നഷ്ടപ്പെടരുത്. lose your vigor for prayer. ശുശ്രൂഷകൾക്കുള്ള എക്സൈറ്റ്മെന്റ് For നഷ്ടപ്പെടരുത്. ministry, you should be excited. നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര എക്സൈറ്റ്മെന്റോടെയാ. How excited our children running around doing the things in the church. അവരുടെ മാതാപിതാക്കളെ നമ്മളത് കാണുമ്പോൾ അതിൽ കൂടുതൽ എക്സൈറ്റഡ് ആണ്. As parents, we observe that we are excited. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിന്റെ റൊട്ടീൻസ് പലപ്പോഴും ഇത് റൊട്ടീനായിട്ട് എക്സൈറ്റ്മെന്റ് പോകുന്നതിന്റെ കാര്യം നമ്മൾ ഒരു പുതുക്കമുണ്ടായി ദൈവത്തിൽ നിന്ന് പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടാത്തത് കൊണ്ടാണ്. Many times we lose excitement and it becomes a routine because we are not receiving any new revelations from the Lord. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്കൊരു എക്സൈറ്റ്മെന്റ് തരണം. So let us pray to the Lord. Lord, I want an excited spiritual life. നമുക്ക് പറയാം, എന്റെ ജീവിതം തീർന്നിട്ടില്ല. My life is not over, Lord.
ബാക്കിയുണ്ട്. There is many years left. ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു ബാക്കി ജീവിതമുണ്ട്. I have the life remaining to serve the Lord. ഒരുപക്ഷെ ദിവസങ്ങളെ കാണത്തുള്ളൂ. You may only have days left. But that's okay. അതിനു കുഴപ്പമില്ല. കിട്ടുന്നത് എത്രയാണോ അത് കർത്താവിന് വേണ്ടി ജീവിക്കുക. Regardless of what time you have remaining, use it for the Lord. അതായിരിക്കണം excitement. That should be our excitement. Hallelujah. Hallelujah. ഇന്ന് രാവിലെ ഒരുപക്ഷെ വലിയ ന്യൂ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവർ കണ്ടേക്കാം. There may be people who are facing new challenges in their life. എത്ര പേർക്ക് ന്യൂ ചലഞ്ചസ് ഉണ്ട്? How many of you have new challenges in your life this morning? Hallelujah. Hallelujah. എഴുന്നേറ്റ ആ ചലഞ്ചസിനെ ഓർത്തുകൊണ്ടാണോ? Did you get up in bed thinking about those challenges? ഈ ചലഞ്ചസിനെ ഞാൻ എങ്ങനെ നേരിടും? How will I face those issues? എങ്ങനെ ഇവയെ സോർട്ട് ചെയ്യും? How will I sort these things out? ഒരുപാട് പുതിയ ചലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. Our life is full of new challenges every day. എങ്ങനെ ഞാൻ ഇവയെ നേരിടും? How will I face these obstacles? Hallelujah. മടുത്തു പോകരുത്. നമ്മുടെ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ആകരുത്. Do not lose heart and lose our excitement in life. പുതിയ challenges വരുംതോറും പുതിയ opportunities ആണെന്ന് ഓർത്തോണം. Be reminded that new challenges are new opportunities. Challenges ഇല്ലെങ്കിൽ opportunities ഇല്ല. If you don't have challenges, there is no opportunity. Challenges ഇല്ലെങ്കിൽ ജീവിതം വിരസമായി പോകും. And if you have no challenge, life will be boring. ഇന്ന് പുതിയ challenges ഉണ്ട്. And you have new challenges today. Pastor എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് challenges ഉണ്ട്. As a pastor, I have many challenges. ഒരു ചലഞ്ചും ഇല്ലെങ്കിൽ if you have no challenges in life, ഞാൻ തന്നെ വളരെ വിരസമായ ഒരു ജീവിതത്തിലായി. I will live a boring life. ശുശ്രൂഷ അങ്ങനെയായി പോകും. And now my ministry will be boring. Challenges വരുംതോറും as you have more challenges. എനിക്കറിയാം എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാകുള്ളൂ. I know I have to trust in God. അവനോട് പറ്റി നിന്നേ മതിയാകുള്ളൂ. I know that I need to be closer to him. അവന്റെ കരത്തിന്റെ സ്പർശനം അനുഭവിച്ചേ മതിയാകുള്ളൂ. I know I need the touch of his hands as I face more difficulties. challenges ഉണ്ടോ? As any of you are facing those challenges. Challenges പുതിയ opportunities ആണ് ഓർത്തോണം. And you need to understand those challenges are new opportunities for you. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള challenges പുതിയ opportunities ആണ്. And challenges regarding your children, those are new opportunities. നിങ്ങളുടെ ഫൈനാൻസസിനെ സംബന്ധിച്ചുള്ള challenges പുതിയ opportunities. Your financial challenges are new opportunities for you. നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച challenges പുതിയ opportunities. Your health challenges are new opportunities for you. അതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. As you use that to praise God and worship God. ഓരോ ദിവസവും അതിനായിട്ട് നമ്മെ സമർപ്പിക്കണം. We need to surrender daily for those challenges. Hallelujah. Hallelujah. ഞാൻ ഒരു കർത്താവിന്റെ ദാസന്റെ ഒരു എഴുത്ത് വായിച്ചപ്പോൾ as I was reading a letter that was written by a servant of God, അദ്ദേഹം പറഞ്ഞു we need an emotional health gospel എന്ന്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇമോഷണൽ ഹെൽത്തിന്റെ ഒരു ഗോസ്പലിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇമോഷണൽ ഹെൽത്ത് നൽകുന്ന ഒരു ഗോസ്പൽ. A gospel that gives us emotional health. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. As I have shared before, this is an area we often don't pay attention to. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസിന് ചർച്ചസിൽ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. Many times we think Christians don't need to talk about emotional health in churches. അല്ലേ പലരും പറയും അങ്ങനെയുള്ള ഒരു പ്രോബ്ലം പോലും ഇല്ല. Many acknowledge that they don't even have a problem like that. നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ആവശ്യമാണോ? Do we need preaching about our emotional health? ദൈവത്തിന്റെ വചനം ആവശ്യമാണോ? Do we need the word of God associated with that? Hallelujah. Amen. എങ്ങനെയാ നമ്മൾ അവയെ നേരിടാൻ പോകുന്നത്? How will we face those emotional challenges? ക്രിസ്തുവിന്റെ അനുഗാമികളും കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട്. And even the followers of Christ suffer. അവരും വിഷാദിക്കുന്നുണ്ട്. And they also have sorrow and sadness. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാ പറഞ്ഞു എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് That's why the psalmist says, my soul, why are you sad? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. And take courage in the Lord. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും അവൻ എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. ഇനിയും അവനെ ഞാൻ സ്തുതിക്കും. He is my light and my deliverer. Hallelujah. Amen.
ഞാൻ മുന്നോട്ട് പോകട്ടെ. Let me go forward. ഒരു വിഷയം കൂടെ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കാം. I'm going to share one more thing and conclude tonight. ഇന്ന് രാവിലെ നമ്മൾ ഈ ഡീപ്ലി ഡിപ്രസ്ഡ് ആണോ വിഷാദ രോഗത്തിന് അടിമകളാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? How do we identify and recognize if we are succumbed to this emotional distress? ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. I want you to pay attention. ഒന്നാമത് ഒരു നോർമൽ സിംപ്റ്റം സാധാരണ നമ്മൾ കാണുന്നത്, One of the main or normal symptoms we often see, ഒരു ലൈഫിനെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു എംപ്റ്റിനെസ്, ശൂന്യത തോന്നുക. we feel an emptiness towards life. ഒരു ഡീപ് സാഡ്നെസ്, അങ്ങ് അകത്ത് ഉൾത്തളത്തിലുള്ള വലിയ വേദന തോന്നുകയാണ്. There is a deep pain and deep sadness within that we are not able to പുറമേയുള്ള overcome. വേദനകളല്ല, I am not talking about outward pains. അങ്ങ് അകത്ത് നിന്നുള്ളൊരു വേദന, Something that's deep within that we are not able to figure out. മാറാത്തൊരു വേദന, A constant pain that will not go away. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, വചനം വായിച്ചിട്ട് മാറുന്നില്ല. I prayed and we read the Bible, but that pain doesn't go away. ഒരു ഡീപ് സാഡ്നെസ്. There is a sadness that we cannot figure out or put our finger on. പിന്നെ ആകെ ഒരു ശൂന്യത തോന്നുക. But then we feel this emptiness and void all around us. അതെല്ലാ തലങ്ങളിലും അങ്ങനെ പ്രകടമാകാൻ തുടങ്ങി. But in every aspect of our life it shows up. കുടുംബജീവിതത്തിൽ അത് കാണും. You'll see that in family life. അത് ബന്ധങ്ങളിൽ അത് കാണുവാനിടയാണ്. In your relationship with others it shows up. മുമ്പേ പറഞ്ഞതുപോലെ എക്സൈറ്റ്മെന്റ് ഇല്ല, There is no excitement. എല്ലാറ്റിലും ഒരു ശൂന്യത. In everything there's an emptiness. Loss of pleasure in the usual activities. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ And you have no pleasure in ordinary activities that you used to enjoy. ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. And things are going by and just going through the motions of life. രാവിലെ എഴുന്നേൽക്കുന്നു, Getting up in the morning, പ്രവൃത്തിക്ക് പോകുന്നു, go to work, അത് കഴിഞ്ഞ് മടങ്ങി വരുന്നു, you come back, പിന്നെ ഉറങ്ങുന്നു, you sleep some, അടുത്ത ദിവസം പിന്നെ. then the cycle repeats. അല്ലേ? ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. The sun sets and the sun rises, and then life goes on. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് മോഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, If you have come to that automatic mode, കേൾക്കുന്നുണ്ടോ എന്നെ? everybody listening to me, നമ്മളിൽ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, if you are going that way or have gone that way, സൂക്ഷിക്കണം, നമ്മൾ ഈ കാൻഡിഡേറ്റ്സ് ആണ്. be careful. You must be a candidate for what we're talking about. ഇപ്പോഴല്ലെങ്കിലും സ്ലോലി നമ്മൾ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. Even you may not be there now, but you're slowly leading towards that. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഓട്ടോമാറ്റിക് മോഡിൽ പോകാൻ പാടില്ല. A Christian life should be not set on automatic mode. It should be geared by the Holy Spirit every day. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴിലായിരിക്കണം നമ്മൾ ഓരോ ദിവസവും. എന്നും പരിശുദ്ധാത്മാവ്. Every day the power of the Holy Spirit. എന്നും ദൈവത്തോടുള്ള ബന്ധം. In every day in relationship with the Lord. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. That is what the Lord desires. ഇന്നലകളുടെ പരിചയം കൊണ്ട് ഇന്ന് എനിക്ക് ക്രിസ്ത്യ ജീവിതം പറ്റത്തില്ലല്ലോ. You cannot lead a Christian life because of your experience of the past. ഇന്നെന്നെ നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. There is a Holy Spirit that continues to make me walk every day. കീഴടക്കിക്കൊണ്ട് എന്നെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. And surrender yourself and pray, Lord, I need that Holy Spirit. കർത്താവേ, ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾക്കൊക്കെ മാറ്റം വരുന്നു. Lord, I want a change of the outlook about my life. Hallelujah. Hallelujah. എത്ര പേർക്ക് ഒരു അജിറ്റേഷൻ, ഒരു ഡിസ്റ്റർബൻസ്, ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു സ്വസ്ഥതയില്ലാഴിക അനുഭവിക്കുന്നു? How many of you are feeling this constant restlessness or agitation that you don't get any rest? ഇതൊന്നും ഇവിടെയുള്ള കാര്യങ്ങളല്ലല്ലേ. This is not something common among us, right? ഒന്നിനെ കുറിച്ചും സ്വസ്ഥതയില്ല. There's no rest about anything. നല്ല ജോലിയുണ്ട്, You have good jobs, നല്ല പേ ഉണ്ട്, you have good salaries, ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, all the things are being met, എന്നാലും സ്വസ്ഥതയില്ല. but you still have restlessness. ആരോഗ്യം നന്നായിരിക്കുന്നു, And your health is good, എന്നാലും സ്വസ്ഥതയില്ല. but you're restless. നല്ലൊരു കുടുംബമുണ്ട്, You have a good family, നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് God തന്നിട്ടുണ്ട്, has given you blessed children, എന്നാലും but സ്വസ്ഥതയില്ല. you're still restless. സ്വസ്ഥതയില്ലായ്മ ആരേലും അലട്ടുന്നുണ്ടോ? Is restlessness bothering any of you? ചിലപ്പം അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഹൈപ്പർ ആക്റ്റീവ് ആകും. Some people become hyperactive when they are restless. ഒരുപാട് ഹൈപ്പർ ആക്ടിവിറ്റി കാണുമ്പോഴേ സംശയിച്ചോണം. So some people are hyperactive, then you need to be paying attention. ഒരുപാട് ഇൻആക്ടിവിറ്റി കാണുമ്പോഴും സംശയിച്ചോണം. Also when there is no activity, also that may be a problem. രണ്ടും ബാലൻസ്ഡ് അല്ല. It is not balanced. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഓടി നടക്കുക, Hyperactive and running around trying to do things. ഒന്നും പർപ്പസ്
പർപ്പസ്ഫുൾ ആയിട്ടല്ല, Nothing is done purposefully, ബട്ട് ചുമ്മാ അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടി but നടക്കുക, just running around with no mission or purpose. ആളുകളെ കാണിക്കാനായിട്ട് പല കാര്യങ്ങളും To ചെയ്യുകയാണ്. do things to show off. ഒന്നും അകത്തിന്ന് വരുന്നതല്ല. Nothing is coming from the sincerity of the bottom of the heart. ആക്ടിവിറ്റി കാണുമ്പോൾ സംശയിച്ചോണം. But when you see hyperactivity, then you need to understand. ഇന്നാക്ടിവിറ്റി കാണുമ്പോഴും സംശയിച്ചു. When you see inactivity also, you need to understand. ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, No desire to do anything. എപ്പോഴും മിണ്ടാതിരിക്കുക, Always quiet. ആരാധിക്കുകയല്ല, സ്തുതിക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, No worship, no prayer, do nothing. വീട്ടിലെ കാര്യങ്ങൾ നോക്കത്തില്ല. And don't do anything at home. നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ സൂക്ഷിച്ചോണം. When your sleep is disturbed, be warned. പല കാരണങ്ങളാൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകാം. For many reasons, our sleep can be disturbed. ആപ്പിറ്റൈറ്റ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ സൂക്ഷിക്കണം. When your appetite is disturbed, you need to be warned. വിശപ്പില്ലെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. Many times people say, I'm not hungry. എനിക്കാണ് വിശപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. And my appetite is decreasing. ഞാൻ മിക്കവാറും എല്ലാ വീട്ടിലും പോയി കഴിച്ചിട്ടുണ്ട്. And I have eaten in many of your homes. അപ്പൊ എല്ലാരും പറയാറുണ്ട്, And all of you say, പാസ്റ്റർ ആകെപ്പാടെ കഴിക്കുന്ന ഇത്രയാ. Pastor, you only eat little bit. ഞാൻ പറഞ്ഞു എനിക്ക് അത് മതി, അതുകൊണ്ടാ. And that because that's all I need, that's why I eat little bit. സ്ലോലി ഇങ്ങനെ shrink ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. I think that my appetite is shrinking. പക്ഷേ അതിനെ കുറിച്ച് അല്ല ഇപ്പൊ ഞാൻ I'm not പറയുന്നത്. talking about that. എന്നാൽ അകാരണമായിട്ട് നമ്മുടെ വിശപ്പ് നഷ്ടപ്പെടുക, ആപ്പിറ്റൈറ്റ് But when നഷ്ടപ്പെടുക, you lose your appetite with no reason, then you need to be concerned. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. You lose your sleep. ഇതെല്ലാം സംഭവിക്കുമ്പോൾ When those things happen to you, നമ്മൾ ഇതിന്റെ കാൻഡിഡേറ്റ് ആകാൻ സാധ്യതയുണ്ട്. so you may become a candidate for what we are talking about here. വളരെ സൂക്ഷിക്കണം. You must be very careful. പ്രോപ്പറായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ടോ? There are situations where you're not able to clearly think through. ചിന്തിച്ചല്ല മറുപടി പറയുന്നത്. You're responding without thinking. പ്രതികരണങ്ങൾ ചിന്തിച്ചിട്ടുള്ളതല്ല. Your responses are not thought through. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. You're not able to concentrate on what you're doing. ഇതെല്ലാം വരാൻ പോകുന്ന പ്രയാസത്തെ ചൂണ്ടിക്കാണിക്കാൻ. So all these things point to the things that is to come. ചിലപ്പോൾ നമുക്ക് അകാരണമായിട്ടുള്ള ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകാം. Sometimes we become so guilty for no reason. ഒരുപാട് പ്രാവശ്യം ഏറ്റു പറഞ്ഞ കാര്യമാണ്. These are things you confess many times. എന്നാലും പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. But you drag all these things back and you confess all over again. നിങ്ങൾ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന ആ നോവൽ, ആ ഡ്രാമ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope some of you may have read Macbeth by Shakespeare. തനിക്ക് രാജാവാകാനായിട്ട് മാക്ബത്ത് എന്ന സൈന്യാധിപൻ കിങ് ഡങ്കനെ ചതിയിൽ കൂടെ കൊലപ്പെടുത്തി. So Macbeth wanted to be the king, so he became one of his armies, King Duncan, to go through some mischievous or deceptive എന്നിട്ട് ways. അദ്ദേഹത്തെ കുറിച്ച് ഷേക്സ്പിയർ ഈ മാക്ബത്തിനെ കുറിച്ച് പറയുന്നത്, So Shakespeare talks about Macbeth. എന്നും രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കും. Every night he gets up and washes his hands. എന്നും കൈ കഴുകിക്കൊണ്ടിരിക്കുക. Every night he's washing his hands. ഈ കറ പോകുകയല്ലെന്ന് മാക്ബത്ത് വിചാരിക്കും. Because Macbeth thought that this stain will never go away. ഏറ്റു പറഞ്ഞ പാപങ്ങൾ പിന്നെയും ശത്രു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ ഗിൽറ്റ് ഫീലിംഗുമായിട്ട് ജീവിക്കുക. The sins that you confessed, but the enemies want to bring that back into you and bother you. ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചവയെ പിന്നെയും ഗിൽറ്റ് ഫീലിംഗ് ആയിട്ട് കൊണ്ടു The നടക്കുക. things you have confessed and got rid of, but you are reliving those confessions. അത് കൊണ്ടു നടക്കുന്തോറും നമ്മൾ പിന്നെ ഈ വിഷാദത്തിലേക്കും പോയിക്കൊണ്ടേ. As you bring that back into your life, drag that back in, then you go through the depression. ലോസ് ഓഫ് എനർജി. നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല, എന്തിനു തുടരണമെന്നുള്ള ചിന്ത. You have no meaning of life. You don't know why I should continue. ഇതെല്ലാം നമ്മുടെ വിഷാദ രോഗത്തിലേക്ക് നടത്തുന്നു. All this will lead us into depression. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. I'm going to conclude this day. ഇത് ആരംഭം മാത്രം നമ്മൾ എന്ത് ചെയ്തേ. Today is only the introduction of what we talked about. ഇതിന്റെ മറ്റ് അനേക ഭാഗങ്ങളിലേക്ക് ദൈവം അനുവദിച്ചാൽ നമ്മൾ വരുന്ന ദിവസം, If the Lord willing, we'll talk about the other aspects of this in the coming days. ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ ഒരു prison of anxiety കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you, just like we heard, you're living in a prison cell of anxiety. ആങ്സൈറ്റി ഉണ്ടായേക്കാം, മാക്സ് ലുക്കാഡോ പറഞ്ഞതുപോലെ. Just like Max Lucado said, anxiety is possible. പക്ഷേ അതിന്റെ ബന്ധനത്തിൽ കഴിയാൻ നമുക്ക് ആർക്കും ഇടയായി. But if none of us should be in the bondage of anxiety, നമുക്ക് നമ്മോട് തന്നെ പറയാം, let us speak to ourselves. ഞാൻ ബന്ധിതനാവുകയില്ല. I will not be bound. ഈ ഉത്കണ്ഠകളാൽ ഞാൻ ബന്ധിതനാകത്തില്ല. I will not be bound with these anxious thoughts. എൻ്റെ ദൈവത്തിന്റെ ഒരു വിളി എൻ്റെ മേലുണ്ട്. I have a calling
on my life. അവന്റെ കരം എന്റെ മേലുണ്ട്. And the Lord's hand is upon me. അവൻ എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. He has a purpose for me. ഞാൻ അതിനായി ജീവിക്കുന്നിടത്തോളം As long as I live for His എന്റെ purpose, ജീവിതം മീനിങ്ഫുൾ ആണ്, അർത്ഥവത്താണ്. my life is meaningful as long as I live. അതുകൊണ്ട് അർത്ഥമുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുമെന്ന് നമുക്ക് പറയാം. And so we need to say, I will lead a purposeful life. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് Let പ്രാർത്ഥിക്കാം. us close our eyes and pray. ഇന്ന് രാവിലെ കർത്താവിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Every one of us pray to the Lord this morning. നമുക്ക് ആ ബന്ധനത്തിൽ നിന്നൊരു മുക്തി വേണം ഇന്ന് And we രാവിലെ. need a deliverance from that bondage. നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഭയത്തിൽ നിന്നൊരു വിടുതൽ വേണം. We need that deliverance from the fear that is gripping you. അതെന്തായാലും അതിൽ നിന്നൊരു വിടുതൽ ഇന്ന് രാവിലെ ഉണ്ടാകുവാനിടയാകട്ടെ. Regardless of what that is, we need a deliverance from that. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. Let us surrender ourselves this നമുക്ക് morning. പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, we thank you for the word that is given to us, Lord. Lord, we are all have anxieties and fears in our life. But those are normal, but that's the part of life, Lord. But you have shown us through the word of God, how do we overcome those anxieties? When we put those anxieties on you, Father, we are able to say that you carry that burden for us, Lord. And we will move forward in trusting you that we are living the life that you have planned for us, oh God. Amen. But help none of us to be gripped by these evil things, that we are bound by these things, Lord. Amen. Satan Amen. comes to destroy and kill and maim. Yes. That is his plan and purpose, Amen. Lord. But we are overcomers through your Spirit, Yes. oh God. We believe that this morning, Father. Hallelujah. For my brothers and sisters who any of For them the are suffering entire with that church, this oh morning, Lord, for we your claim in the confidence. name of Jesus, In Lord, the name. victory over that situation, oh God. Hallelujah. And those who are listening to us online, if any Hallelujah. of them are depressed, Lord, I speak Holy Spirit over that Amen. depression, oh God. Minister to them. We thank you, Father, for doing those things in our lives. Thank you, Jesus. We love you, we praise you, we honor you. In Jesus' name we pray. Amen. Thank you, sir. Thank you.